ഓൺലൈൻ ഗെയിമുകൾക്കുള്ള രാത്രി നിയന്ത്രണം ശരിവെച്ച മദ്രാസ് ഹൈക്കോടതി. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പണം വെച്ചുള്ള കളികൾക്ക് നിയന്ത്രണം തുടരാം. രാത്രി 12-നും പുലർച്ചെ 5-നും ഇടയിൽ ലോഗിൻ പാടില്ല. തമിഴ്നാട് നിയമത്തിനെതിരായ ഹർജി കോടതി തള്ളുകയായിരുന്നു. ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, എന്തായാലും ഈ നിയന്ത്രണം അനിവാര്യമാണ് എന്ന് നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ അറിയാം. എന്താണ് കോടതി പറയുന്നത്? ദിവിഷ്, ഏറ്റവും പ്രധാനം ഈ ഓൺലൈൻ ഗെയിമുകളിലൂടെ, പ്രത്യേകിച്ച് ഓൺലൈൻ റമ്മി പോലുള്ള ഗെയിമുകളിലൂടെ പണം നഷ്ടപ്പെട്ട ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് ഇതിന് അടിമകളാകുന്നു തുടങ്ങിയ വാദങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ തമിഴ്നാട് സർക്കാർ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്. ഓൺലൈൻ ഗെയിമുകളെ ഈ രാത്രി കുട്ടികൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമം കൊണ്ടുവന്നത്. ഏതായാലും ഇതിന് നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗെയിമിംഗ് കമ്പനികൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഹൈക്കോടതി ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. ഈ രാത്രിയിൽ കുട്ടികൾ ഇതിന് കൂടുതൽ അഡിക്റ്റ് ആവുന്നു തുടങ്ങിയ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. നേരത്തെ ഈ നിയമം ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാതെ മാറ്റിവെച്ചിരുന്നത് കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും സർക്കാർ കുട്ടികളെ വളർത്തച്ഛനാകാൻ ശ്രമിക്കുകയാണ് തുടങ്ങിയ വാദങ്ങളാണ് ഈ ഗെയിമിംഗ് കമ്പനികൾ കോടതിയിൽ വാദിച്ചത്. ഏതായാലും ആ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ, പുലർച്ചെ 5 മണി വരെ ഓൺലൈൻ ഗെയിമുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വരുന്നത്. ഇതിന് ആ സമയത്ത് ലോഗിനുകൾ ഗെയിമിംഗ് കമ്പനി ആരോപിച്ച കാര്യം സർക്കാർ കുട്ടികളുടെ വളർത്തച്ഛനാകാൻ ശ്രമിക്കുന്നതാണ്. സർക്കാരിന് വളർത്തച്ഛൻ്റെ ഒരു ചുമതലയൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് ഓരോ സർക്കാരിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അതാണ് അവിടെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാവ് സ്റ്റേറ്റ് ആണ്. അവർക്ക് പ്രായപൂർത്തിയാകുന്നവരെ നമ്മൾ സൗജന്യ വിദ്യാഭ്യാസം അടക്കം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്?